എൻ്റെ പേര് സോണിയ. ഞാൻ തോട്ടുമുക്കം കാലിക്കറ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി മാസം 29-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ OET പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ 2 വട്ടം OET എഴുതി. അപ്പോൾ ഞാൻ OET എഴുതിയപ്പോൾ ഓരോ മൊഡ്യൂൾ വെച്ച് എൻ്റെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. ഡെയിലി വിശുദ്ധ കുർബാന സംബന്ധിച്ച് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വളരെ പ്രാർത്ഥനയോടും എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ പഠിച്ചു. എക്സാം എഴുതി, ബട്ട് ഞാൻ ഫെയിലായി. അങ്ങനെ ഞാൻ ജോലിഭാരം നിമിത്തവും ഈ എക്സാം ഫെയിലായത് കാരണം വളരെയധികം തളർന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചിയും വേറെ കുറേ അറിയാവുന്ന ചേച്ചിമാരും പറഞ്ഞു, ഉടമ്പടി എടുക്കണം, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ നന്നായി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പള്ളിയിൽ പോയി ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പ്രാർത്ഥിച്ചു, സാക്ഷ്യങ്ങൾ കണ്ടു, ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 3ാമത് എക്സാം എഴുതി. 2 വട്ടം ഞാൻ OET എഴുതിയപ്പോഴും എനിക്ക് എക്സാം വളരെ ഈസി ആയിരുന്നു. ബട്ട് ഞാൻ 3ാമത് എഴുതിയപ്പോൾ എക്സാം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഒരു മൊഡ്യൂൾ പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. എല്ലാം പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ മുക്കാലാകുമ്പോഴേക്കും ഞാൻ ടൈം ഔട്ടായി പോകുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഒരു കയ്യിലും മറ്റേ കയ്യിൽ ഞാൻ പെൻസിലും വെച്ച് ഞാൻ എക്സാം എഴുതിയിട്ട് ഞാൻ മാതാവിനോട് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുന്നു, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞാനൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റില്ല. ഞാൻ എക്സാം സെൻറ്ററിന് അടുത്തുള്ള പള്ളിയിൽ കയറി മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഇനി എനിക്കൊരു ഫേസ് ചെയ്യാനുള്ള ശക്തിയില്ല. ഈ OET എൻ്റെ അവസാനത്തെയാണ്. ഇതിലെനിക്ക് ഉറപ്പായിട്ടും പാസ്സായേ പറ്റൂ. ഞാൻ അവിടെ 1/2 മണിക്കൂർ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു. അവസാനം ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വെള്ള സാരി എടുത്തൊരു അമ്മച്ചി എന്നോട് വന്ന് ചോദിച്ചു, മോളെ നിനക്ക് ഇവിടെ അറിയുമോ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി എനിക്ക് അറിയില്ല. പിന്നീട് നടന്നു തിരിഞ്ഞു നോക്കിയെങ്കിൽ അമ്മച്ചിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേച്ചി വിളിച്ച് എന്നോട് പറഞ്ഞു, നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, തലേദിവസം എൻ്റെ പപ്പ സ്വപ്നത്തിൽ മാതാവിനെ ദർശിച്ചു. മാതാവ് എൻ്റെ എക്സാം ഹാളിൽ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കൂടെ നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നതും എക്സാമിന് എനിക്ക് വേണ്ട ശക്തിയും ബലവും നൽകുന്നതും പപ്പ സ്വപ്നത്തിൽ കണ്ടു എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് അവരെന്നോടത് പറയുന്നത്. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ലഭിച്ചത് ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു ഈ 3ാമത്തെ വട്ടം ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത്. അടുത്തതായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഒരെണ്ണം എറണാകുളത്ത് കിട്ടി. ഞാൻ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനും പപ്പയും പോന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ബസ്സൊന്നും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ പുറത്തുനിന്ന് വന്ന ഇംഗ്ലീഷുകാരായിരുന്നു ഇൻ്റർവ്യൂ എടുത്തത്. അവർ ചോദിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നോ എനിക്ക് അവർക്ക് ആൻസർ കൊടുക്കാനോ പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ അപ്പോഴും മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിനി അപമാനിതയാവാൻ പറ്റില്ല. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം തൊട്ട് ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ച ഓരോ ക്വസ്റ്റ്യനും ഞാൻ OET പഠിച്ച് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ അത് മൊത്തം ആൻസർ പറഞ്ഞു. എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ എനിക്ക് UK ജോലി ശരിയായി. ഞാൻ ഇപ്പോൾ UK നിന്നാണ് വരുന്നത്. അടുത്ത ഉടമ്പടി വെച്ച വേറൊരു നിയോഗമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു ഭവനം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടെങ്കിലും അത് ജപ്തിയുടെ വക്കിലായിരുന്നു. അത് 40 കൊല്ലം പഴക്കമുള്ളൊരു വെള്ളവും അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തൊരു ഭവനമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് അടിസ്ഥാന സൗകര്യമുള്ള പള്ളിക്കടുത്ത് ഡെയിലി പള്ളി പോകാൻ വേണ്ടി പള്ളിക്കടുത്ത് റോഡ് സൈഡിൽ അങ്ങാടിക്കടുത്തുള്ള ഒരു അടിസ്ഥാന സൗകര്യമുള്ള ഒരു നല്ല ഭവനം തരണമെന്ന് എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിച്ചതെന്തോ അതുപോലെ ഒരു ഭവനം മാതാവ് ഞങ്ങൾക്ക് നൽകി.
ഞാൻ ആഗസ്റ്റിന് മുന്നെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ജനുവരി 31 എൻ്റെ പേരൻസും ചേച്ചിമാരും ആ ഭവനത്തിൽ കയറി അച്ഛൻ വന്ന് വെഞ്ചരിച്ചു. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ ഭവനത്തിലേക്ക് കയറാൻ ഞങ്ങൾക്ക് ലോൺ എടുത്താണ് ഞങ്ങൾ വാങ്ങിച്ചത്. അതിന് ലോൺ പാസ്സാകാൻ വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ പപ്പയും മമ്മിയും ജപമാല റാലിയെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ UK-യിലായിരുന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അവിടെ പള്ളികൾ തോറും കയറി ഇറങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് മാതാവ് ഒരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ഭവനം ലഭിച്ചത്. അടുത്തതായിട്ട് എൻ്റെ ചേച്ചി BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് 5 കൊല്ലമായിരുന്നു. ചേച്ചി OET എഴുതിയിട്ടുണ്ട്, IELTS പഠിച്ചിട്ടുണ്ട്, ജർമ്മൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ടും പോകാൻ അവൾക്ക് പറ്റിയിരുന്നില്ല. ഓരോ തടസ്സങ്ങൾ കാരണം അവൾ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേച്ചി ഒമാന് നേഴ്സായിട്ട് ജോലി കിട്ടുകയും അവളിപ്പോൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ടിനും വിദേശത്തേക്ക് പോകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി നാശവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുറേ രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് സിവിയറായിട്ട് ഒരു UTI എന്ന കണ്ടീഷൻ വന്നായിരുന്നു. അതായത് യൂറിനിലൂടെ ബ്ലഡ് വരെ പോയിരുന്നു. ഞാൻ പലവട്ടം ഡോക്ടറെ കാണിച്ചെങ്കിലും എനിക്ക് അവർ തരുന്ന മരുന്നൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 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 രോഗത്തിന് കുറവുണ്ടായിരുന്നില്ല. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രോഗസൗഖ്യം കിട്ടി. ഞാൻ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇറങ്ങുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് എല്ലാവരും ചോദിക്കും, മോളെ ഞങ്ങൾക്ക് പത്രം വേണം, തരുമോ എന്ന്. അങ്ങനെ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തു. അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അതിന് മുൻകൈ എടുത്തു. എല്ലാ സാക്ഷ്യങ്ങളും അന്നൊന്ന് കാണാൻ ഞാൻ മാക്സിമം പരിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പറ്റുന്ന ദിവസമൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ വൃദ്ധസദനങ്ങളിലൊക്കെ വീട്ടുകാരും പൈസ കൊടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം കാരുണ്യപ്രവൃത്തികളിൽ ഞാൻ ഏർപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് 2 വട്ടം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ വട്ടം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് നല്ല മുല്ലപ്പൂ ഗന്ധം ലഭിച്ചു. പക്ഷെ അതെനിക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ വളരെ സങ്കടത്തിൽ ഞാൻ UK-യിൽ ഡേ ഓഫ് ആയിരുന്നു. അവിടെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂ ഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ റൂമിൽ മൊത്തം നോക്കി, പക്ഷെ അവിടെ ഒരു മുല്ലപ്പൂ പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്, മാതാവ് അനുഗ്രഹിച്ചതാണെന്ന്. അതുപോലെ തന്നെ സ്വപ്നത്തിലും എനിക്ക് മാതാവ് ഒത്തിരിയേറെ അനുഭവങ്ങൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈശോയും മാതാവും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. 121 സങ്കീർത്തനത്തിൻ്റെ